ഹലോ ഗൈസ്, എല്ലാവർക്കും സിമിൻസോന്റെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതമായി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളുടെ വീട് പണിതിട്ട് നമ്മൾ ഇട്ടുണ്ടായി. ആൻഡ് അതിനുശേഷം നമ്മൾ ഇന്ന് വന്നേക്കുവാണ് ഗൈസ്. ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ദ ടെമ്പിൾ ആൻഡ് ദ ഏരിയ ഓഫ് അവർ വേൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാണ് ഈ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റോഡ് ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും മറക്കാതെ അടിച്ചുകൂട്ടിക്കുക. അപ്പോൾ ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മുടെ വേൾഡിൽ നമ്മൾ കയറി. ആൻഡ് നമ്മളൊക്കെ നമ്മൾ ഫുള്ള് സെറ്റൊക്കെ. ആൻഡ് നമ്മുടെ ഇൻവെൻ്ററിയിൽ നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചു. ആൻഡ് നമ്മുടെ ഇന്നറിൽ നമ്മൾ നമ്മുടെ ചെസ്റ്റിൽ നമ്മൾ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇച്ചിരി കൂടി സ്റ്റോണ് നമ്മൾ അവിടെ നിന്ന് മൈൻ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് പിക്കാക്സ് ആക്സ് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി. നമ്മൾ മൈൻ ചെയ്തത് വീഡിയോ എടുത്തിട്ട് ഞാൻ മൈൻ ചെയ്തത് ഇതാ ഇവിടെ നിന്നാണ് ഗൈസ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ആൻഡ് നമുക്കിന്ന് കുറച്ച് സാൻഡിൻ്റെ ബ്ലോക്ക്, ഞാൻ പോയി. ഓക്കെ, നമുക്കിന്ന് കുറച്ച് സാൻഡിൻ്റെ ബ്ലോക്ക് എടുത്തിട്ട് നമ്മുടെ ഇവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോട്ടെ. ടെമ്പിൾ എക്സ്പ്ലോറിങ്, അതാണ് കേസ് ഇവിടെ ഇന്നത്തെ പരിപാടി. ശുഭം. തുടക്കം തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. കൊല്ലേടാന്ന് പറയുന്നുണ്ട്. നമ്മളതൊന്നും അനുസരിക്കാതെ പോവും ഗൈസ്, നമ്മൾ പണ്ടേ സീനല്ലേ. ഓക്കെ, ആൻഡ് എൻ്റെ കയ്യിൽ ഫുഡില്ല ഗൈസ്. അതിനെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം നമുക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ. ആൻഡ് കോർഡിനേറ്റ്സ് ഒക്കെ നമ്മുടെ സൈഡിൽ ഞാൻ ഓണാക്കി ഇട്ടിട്ടുണ്ട്. XYZ -170 നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് ഭയങ്കര കൂട്ടിയൊന്നും ഇടുന്നില്ല, കാരണം ഭയങ്കര ലാഗായിരിക്കും ഗൈസ്. അതാണ് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗായിരിക്കും ഗൈസ്. ഓക്കെ, അയ്യോ നമ്മൾ ടെമ്പിള് ഞാൻ അതാ കണ്ട് ഞാൻ മറന്നു എവിടെയാണ് കണ്ടത്. ഇവിടെ ഗ്രാസ് ഉണ്ടല്ലോ ഇവിടെ. ഡെർട്ടായി. നമുക്ക് മറ്റേ ഇത് ചെയ്യണം, ഫാം ചെയ്യണം. നമ്മുടെ വീറ്റ് ഫാം ചെയ്യണം. ഡെർട്ട് ഇവിടെ ഒന്നും അല്ല ഗൈസ്, ജംഗിളിൽ പിന്നെ എന്തുവാ. ഓക്കെ, ജംഗിളുണ്ട്. ആൻഡ് നമ്മുടെ ആ ഒരു ദുരൂഹതകൾ നിറഞ്ഞ ടെമ്പിളിൻ്റെ മുന്നിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ആൻഡ് ടെമ്പിളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ല, നമ്മൾ ടെമ്പിളിലത്തെ സാധനങ്ങൾ അടിച്ചു മാറ്റാം. ഇതിൻ്റെ ഉള്ളിൽ മോഡുണ്ടാവില്ലേ? കണ്ടിട്ടുണ്ട് ചില യൂട്യൂബേഴ്സൊക്കെ കളിക്കുമ്പോൾ. ഞാൻ ഒരു വട്ടം കളിച്ചപ്പോൾ ഓക്കെ സോംബിയൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് എനിക്ക് മോബ് ഉണ്ട് എന്ന് എനിക്കറിയാം. ഇത്തവണ ഇല്ലായിരിക്കും ഗൈസ്. ഓക്കെ, ഞാൻ നോക്കി ഇവിടെ നിന്ന് END ഇല്ലാത്ത ഭാഗത്തുനിന്ന് വേണം പൊളിക്കുക. ഒരിക്കലും ഈ നടുക്കത്തെ ബ്ലോക്ക് ഫസ്റ്റ് പൊട്ടിക്കരുത് ഗൈസ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നടുക്കത്തെ ബ്ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല. ബട്ട് നടുക്കത്തെ ബ്ലോക്ക് ചില സമയം പൊട്ടിച്ചാൽ നേരെ താഴേക്ക് എന്നിട്ട് TNT കിട്ടും ഗൈസ്. ബാക്കിയുണ്ടെങ്കിൽ ചില സമയം സൈഡിലേക്കൊക്കെ ആയിരിക്കും പോവുക. ബട്ട് ഞാനെങ്ങാനും പൊട്ടിച്ച എന്തായാലും TNT മണ്ടൊക്കെയായിരിക്കും ഗൈസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അത് പൊട്ടിച്ചു. ഇനി പേടിക്കുക വേണ്ട. റോട്ടൻ ഫ്ലഷ് ഇതിരുന്നോട്ടെ. അടുത്തത് മൈ ഗാഡ് അയാണിരുന്നോട്ടെ. റോട്ടൻ ഫ്ലഷ് എന്തിനാ? ഈ സാധനം എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറ്റും. എടാ 2 ടെംപ്ലേറ്റ് ഇട്ട് നമുക്ക്. ഞാൻ ചെന്ന് സാൻഡാണ് പെട്ടെന്ന്. ഓക്കെ, പിന്നെ ബോണ്, പിന്നെ ഈ സാധനം സ്ട്രിങ് ഇരിക്കട്ടെ. നമുക്ക് സ്ലൈമ് അതൊക്കെ ഉണ്ടാക്കാമല്ലോ. ഓക്കെ, പിന്നെ എമറാൾഡ് ഉണ്ട്. ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അല്ല, അതിന് ബോൺസ് ഉണ്ട്, എമറാൾഡ്സ് ആൻഡ് എൻചാന്റഡ് ഗോൾഡൻ ആപ്പിൾ ഉണ്ട്. ആൻഡ് ഹോൾസ് ആർമർ. അതിൻ്റെ ഫുൾ നെയിം എന്തായിരുന്നടാ? ഗോൾഡ് ഹോൾസ് ആർമർ അല്ലേ? ഞാൻ എന്തോ ഫുൾ നെയിം ഒക്കെ ഉണ്ടായിരുന്നു, മറന്നു പോയേ. എല്ലാം എടുത്തില്ല നമ്മൾ. ഫുൾ വാരി. ആൻഡ് ഇതിൻ്റെ അടിയത്തെ TNTയും കൂടി വരാം. ലൈക്ക് ദിസ്. TNT പൊട്ടിക്കാൻ നല്ല രസമാടാ. അത് നല്ലൊരു വൈബാണ്, നല്ലൊരു സൗണ്ടാണ്, നല്ലൊരു കേവും ഉണ്ട് അടിയിൽ. ഓക്കെ, കേവിൻ്റെ ആവശ്യമില്ല. ആൻഡ് നമ്മൾ വിചാരിച്ച പോലെ എനിക്ക് കുറേ ബ്ലോക്കിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. നമ്മൾ ചെസ്റ്റും കൂടി ഊറ്റിയേക്കാല്ലേ. കിട്ടുന്ന ഒന്നും നമ്മൾ പാഴാക്കാറില്ല. നമ്മൾ കൊണ്ടാൽ അങ്ങനെയാണ് കേസ്. ഓക്കെ, ആൻഡ് ഇതെടുക്കുന്നു. ഇതിനകത്ത് റോട്ടൻ ഫ്ലഷ് ഉണ്ടാവും. ഇല്ല ഇതിനകത്തില്ലേ?
എനിക്കറിയാം. ഓക്കെ, ആൻഡ് നമുക്ക് തിരിച്ച് കയറാം ഗൈസ്. ആൻഡ് നമ്മൾ ഇന്ന് ടെമ്പിൾ മൊത്തം അടിച്ചു മാറ്റി. ടെമ്പിളിലുള്ള ടെറാക്കോട്ടേൻ്റെ ആവശ്യം എനിക്കില്ല. ഓക്കെ, അത്രയ്ക്ക് ദരിദ്രവാസിയല്ല ഞാൻ ഗെയിമിൽ. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഡു ദിസ്. നമ്മൾ ടെമ്പിള് അങ്ങനെ എല്ലാം അടിച്ചു മാറ്റി. ഞാൻ ഇതും കൊണ്ട് നേരെ മൈനിങ്ങിന് പോയി എന്നിട്ട് ഒന്നും പോയില്ലേ താടിയേക്ക്? ഇത് വീഴും. വീഴില്ല. അയ്യോ ഇതിങ്ങനെ വീഴാൻ നേരത്തെ എനിക്കൊരു പ്യുവർ ഹാപ്പിനെസ് ആണ് കേസ്. എന്താ പറഞ്ഞൂടാ. ലെറ്റ്സ് ഗോ. അയ്യോ ഇങ്ങോട്ടാ. ഞാൻ ഈ ഡർട്ട് ഓർത്ത് വെച്ച് ഭാഗ്യട്ടോ. ഞാൻ വീടിൻ്റെ പൊസിഷൻ മറന്നുപോയി. അയ്യോ, വീടിൻ്റെ സ്ഥലം കണ്ടുപിടിക്കണം. ഓക്കെ, ആൻഡ് നമ്മുടെ സാധനങ്ങളെല്ലാം ഞാനൊന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കണം. ഓക്കെ, ഫൈനലി വി ഗോട്ട് ഇറ്റ് ഹിയർ. ഓക്കെ, ആൻഡ് നമ്മൾ നമ്മുടെ ബേസിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ പ്രീമിയം ഐറ്റംസ് ഇതിനകത്തേക്ക് ഇരിക്കട്ടെ. ഇതൊക്കെ ഭയങ്കര റെയറല്ലേടാ പറഞ്ഞ. ഇതിരുന്നോട്ടെ. TNT ഇത് എല്ലാം ഇരുന്നോട്ടെ മൊത്തത്തിൽ പറഞ്ഞ. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമ്മുടെ ഐറ്റംസ് എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ആൻഡ് നമുക്കിനി ഇന്നത്തേക്ക് വലിയ പരിപാടിയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോറസ്റ്റ് കയറി ഇറങ്ങിയിട്ട് വരണോ നിങ്ങൾ പറ. വരണ്ട, നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത് എനിക്കറിയാം. നമുക്ക് കുറച്ച് സീഡ് എടുത്ത് വെക്കാം. കുറച്ച് സീഡ് എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യം വരും. നമുക്ക് ഫാം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും സീഡിൻ്റെ ആവശ്യമുണ്ട്. എന്തായാലും ഉണ്ട്. പിന്നെ വീട്ടുണ്ടാക്കിയാൽ പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ പിടിക്കണ്ട. ഈ പങ്കിനെങ്ങനെ തീർന്നാലും പിന്നെ അത് തപ്പി നടക്കുമ്പോൾ ഫുഡ് ഉണ്ടാവില്ല. പിന്നെ അത് ഹങ്കർ കാരണം നമ്മൾ ചത്തു. എന്തൊക്കെയാണ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഗോ വിത്ത് ദിസ് ഐറ്റം. ഇതെന്തുവാടാ ആകെപ്പാട് 5 എണ്ണം. സീഡെങ്കിലും താടാ എനിക്ക് മൈൻക്രാഫ്റ്റിൽ. അല്ല പിന്നെ ആകെപ്പാട് 5 എണ്ണം തന്നിട്ടാണ് ജീവിക്കടാന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻഡ് ഡു ദിസ്. പൊളിക്കുക. കിട്ടിയില്ല. പിന്നെ വിളിച്ചു, കിട്ടിയില്ല. ഓക്കെ, നൈസ്. ആൻഡ് നമുക്ക് ഭയങ്കര ഭാഗ്യമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയില്ല. ഇതിനെങ്കിലും ഒരെണ്ണം കിട്ടണം. ഒരെണ്ണം കിട്ടി. ഒരെണ്ണം കൂടി കിട്ടിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. താടാ ഞാൻ വാശി പിടിക്കുന്നില്ല. നമുക്ക് പിന്നെ സെറ്റാക്കാം. അങ്ങനെ നമ്മൾ എന്ത് ഇടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട വീട്ടിലേക്ക് ചെറിയ സമയത്തുള്ള റൂട്ട് 1K സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ എടുത്ത് പിടിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ. അപ്പം അടുത്തതായിട്ട് നിങ്ങൾക്ക് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ എന്തെങ്കിലും നല്ല കണ്ടൻറ്റ്സ് ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇപ്പം തന്നെ വില്ലേജർ ബ്രീഡർ ഒന്നും ഉണ്ടാക്കണമെന്ന് പറയരുത്. അത്രയ്ക്കുള്ള ആസ്തി നമ്മുടെ ഇപ്പോൾ ഇല്ല. ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ. അപ്പം ബൈ.